ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടൊരു നൈറ്റിയുടെ കട്ടിംഗ് ആണ്. ഒരു വെറൈറ്റി മോഡൽ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണോ നമ്മൾ നൈറ്റിക്ക് തുണി മടക്കി ഇടുക അതുപോലെ തന്നെ തുണി മടക്കി ഇടുക. അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ദേ കംപ്ലീറ്റ് മടക്കുള്ള ഭാഗം ഈ ഒരു സൈഡിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് ഇതുപോലെ മടക്കാണ്, 2 പീസായിട്ട് മടക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു അറ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തുണീനെ മടക്കിയിട്ടിരിക്കണേ. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് 7 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ നേരെ അടിയിലേക്ക് ഞാൻ ആം ഹോൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 8 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ 40 ചെസ്റ്റിന്റെ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 12 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ യോക്കിന്റെ ഇറക്കം ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഈ ഒരു സെയിം 10 ഇഞ്ച് തന്നെ ഞാൻ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഇവിടെയും 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ 10 ഇഞ്ച് കണക്ട് ചെയ്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 10 + 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 12 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ 12ന്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് 12 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ അവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകളിൽ നിന്ന് ഇങ്ങോട്ട് സ്ലീവിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഞാനിവിടെ സ്ലീവ് ലെങ്ത് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 7.25 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്കിംഗ് കൊടുത്തു. ഈ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിന്റെ നേരെ അടിയിലേക്ക് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരെ അടിയിലേക്ക് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ആ ഒരു സ്ലീവിന്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അറ്റം വരെ, ഈ ഒരു ലൈൻ വരെ ഞാൻ സ്ലീവിന്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ലീവിന്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു 8 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പൊ ദേ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ലീവ്സ് അങ്ങ് മാറ്റി വയ്ക്കാം.
അങ്ങനെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ആം ഹോള് ഈ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ആം ഹോള് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുകൾ വശം മടക്കാണ്. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മുകൾ വശം ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുകൾ വശം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിവർത്തിയിട്ടേക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് അറ്റം വരെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മുടെ പ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഈ ഒരു മോഡലിൽ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ്സും അതുപോലെ തന്നെ ബാക്കിൽ എലൈനായിട്ടുമാണ് കട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തായിട്ട് ബാക്ക് പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബാക്ക് പോർഷൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ തുണി നിവർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ എ ലൈനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ എ ലൈൻ്റെ മെഷർമെൻറ്റ് നമുക്കിവിടെ ബാക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അവിടെ വേസ്റ്റിൻ്റെ അളവ് 11.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു 11.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് കേട്ടോ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കണേ. ഇനി അടുത്തതായിട്ട് ഞാൻ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നേരെ അടിയിലേക്ക് ഞാൻ 20.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയാണ് 20.5 ഇഞ്ച് വരണേ. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടുത്തെ വണ്ണം ഞാൻ 13 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ മാർക്കിംഗ് വന്നിരിക്കണേ. നമ്മളിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ വേസ്റ്റ്, ഇത് നമ്മുടെ ഹിപ്പ്. ഇനി നേരെ ഇടയിലേക്ക് സാധാരണ നമ്മൾ എ ലൈനൊക്കെ മാർക്ക് ചെയ്യില്ലേ, അതുപോലെ അങ്ങ് ചിരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അറ്റം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കണ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നെക്കിന്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിന്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത്. അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ട നെക്കിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബാക്കിൽ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൗണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതോട് കൂടിയിട്ട് ബാക്ക് പോർഷനെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണേ. കാരണം ഇവിടെ ബാക്കിൽ നമ്മൾ എ ലൈനായിട്ടും ഫ്രണ്ടിൽ കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലെങ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.